കൊച്ചി കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെങ്കിലും മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷം. സംസ്ഥാന നേതാക്കൾ പല താൽപര്യങ്ങൾ പ്രകടിപ്പിച്ചതോടെ മേയർ ചർച്ചയും അനിശ്ചിതത്വത്തിലായി. വനിതാ മേയറാകുന്നത് കൊച്ചി കോർപ്പറേഷനിൽ നിലവിൽ 3 വനിതകളുടെ പേരുകളാണ് മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. കൊച്ചി കോർപ്പറേഷനിൽ ഒറ്റയ്ക്ക് ഭരിക്കുന്നതിനുള്ള ഭൂരിപക്ഷം UDFന് ലഭിച്ചെങ്കിലും മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം തുടരുകയാണ്. 3 പേരുകളിൽ തട്ടിയാണ് മേയർ സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ നീളുന്നത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും ചർച്ചയിലുള്ളത്. ലത്തീൻ സമുദായത്തിൽ നിന്ന് മേയർ സ്ഥാനത്തിനായി ആവശ്യമുയർന്നിട്ടുണ്ട്. ദീപ്തി മേരി വർഗീസിനു വേണ്ടി KC വേണുഗോപാൽ പക്ഷമാണ് ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. അതേസമയം I ഗ്രൂപ്പ് നേതാക്കൾ പല തട്ടിലാണ്. തീരുമാനത്തിലെത്താൻ കഴിയാതെ വന്നാൽ മേയർ സ്ഥാനം വീതം വെപ്പിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. മേയർ സ്ഥാനം തീരുമാനമായ ശേഷം ഡെപ്യൂട്ടി മേയർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ എന്നിവരെയും തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. മേയർ സ്ഥാനത്തിന് ക്രൈസ്തവ സമുദായം പിടിമുറുക്കിയിരിക്കുന്നതിനാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഹൈന്ദവ സമുദായത്തിന് നൽകണമെന്ന ആവശ്യം ശക്തമാണ്. നഗരത്തിലെ മുതിർന്ന കൗൺസിലർ KVP കൃഷ്ണകുമാറിന്റെ പേരാണ് ഹൈന്ദവ സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനായി പാണക്കാട് വഴിയുള്ള ഓപ്പറേഷൻ നടത്തുകയാണ് മുസ്ലിം ലീഗ്. പശ്ചിമ കൊച്ചിയിലടക്കം മുന്നണിക്ക് ശക്തമായ വിജയമുണ്ടാക്കി കൊടുത്തതിനു പിന്നിൽ ലീഗാണെന്നാണ് അവകാശവാദം. ലീഗിനു വേണ്ടി മുതിർന്ന കൗൺസിലർ TK അഷ്റഫാണ് രംഗത്തുള്ളത്. മുതിർന്ന കൗൺസിലർമാരെല്ലാം തന്നെ കസേരകളിൽ നോട്ടമിട്ട് കഴിഞ്ഞു. കസേരകൾക്കായി തമ്മിലടി രൂക്ഷമായതോടെ ഏതു വിധേനയും പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ജനം, കൊച്ചി.